ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെങ്ക ഗെയിമർ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ വീഡിയോ ആണ്, അതായത് ഒരു ഫുൾ വീഡിയോ ആണ്. ഇതിന് മുമ്പ് നമ്മൾ 2 ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്, പോയി കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊരു CS റാങ്ക്ഡ് മാച്ചാണ് കളിക്കാൻ പോണത്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വലിയ സപ്പോർട്ടൊന്നുമില്ല, പിന്നെ പുതിയ ചാനലാണെന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പുള്ള BR റാങ്ക്ഡ് മാച്ചൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോൾ കാണാം. അതിലും നമുക്ക് കളി നോക്കാം. പിന്നെ കളി നമ്മൾ ഈ ഭാഗത്തു കൂടെ വരാം കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ 4 വെക്കണം. ഒരുത്തന്നെ 1 ടാപ്പ് അടിച്ചാൽ നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. വേണ്ട, ജസ്റ്റ് ഒന്ന് പാളി ചാടിപ്പോൾ തന്നെ ബാക്കിൽ ഒരുത്തൻ. അവനെ 39 കൊടുത്തെങ്കിലും അവനെ കുത്തി പിടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചത്തിയുണ്ട്. ഞാക്കുള്ള എയർ വേരിയറാണ്. ഇവനെ കളി നോക്കാം. ഓക്കെ, ഇവന് ചത്തിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് എടുത്തിട്ടുണ്ട് കേസ്. ഇനി എങ്ങനെയെങ്കിലും കംബാക്ക് അടിക്കണം കേസ്. ഓക്കെ, ഇല്ലെങ്കിൽ മൂഞ്ചല. എന്തായാലും രണ്ടാമത്തെ റൗണ്ട് വന്നിട്ടുണ്ട്. ഗൺസൊക്കെ നോക്കുമ്പോൾ ആക്കി വാങ്ങാൻ പറ്റുക G36 അങ്ങനെ ഒരു ഗണ്ണുണ്ടല്ലോ, ആ ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ ആ ഗണ്ണ് വാങ്ങി. പിന്നെ ഡെസേർട്ടിങ്ങളൊന്നും എനിക്ക് പിന്നെ വലിയ പുറത്തൊന്നുമില്ല കളിച്ചാൽ കേസ്. ഞാനൊക്കെ വലിയ വണ്ടാത്തൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞാൻ G36 വെച്ചിട്ട് എടുത്തു. എന്നിട്ട് ഇങ്ങനെ കാത്തുന്നു കേസ്. എന്തായാലും വണ്ടിയുണ്ട്. നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ മറ്റേ പേരിൽ കൂടെ കയറിക്കാണ്ട് പോകണമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ടച്ച്സ്ക്രീൻ്റെ പവറൊക്കെ യൂസ് ചെയ്യുന്നതിന് പെട്ടെന്ന് എത്താൻ. എന്നിട്ട് ഇവിടെ അങ്ങനെ നോക്കി കേസ്, എനിമി എവിടെ ഉണ്ടോ. മേലെത്താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇഷ്ടം. പക്ഷേ ഞാൻ അവനെ തൊണ്ടിക്കുറിക്ക് ഒന്നുമില്ല, കാരണം മേലാണ് സുഖമായിട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും കാട്ടിയില്ല. കയറി വന്നപ്പോൾ മറ്റേ ആ ടീമേറ്റ്സ് ഒരുത്തന്നെ അടിച്ചിട്ടുണ്ടായി. നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ നിന്ന് കുറച്ചാൽ കൊടുത്തപ്പോഴത്തേന് എനിക്ക് ആ കില്ല് കിട്ടിയത്. ഇതിനാണ് കുമ്മനെന്ന് പറയുന്നത്, മനസ്സിലായില്ല. എന്തായാലും കില്ല് ഫ്രീ ആയിട്ട് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മേൽക്കാട് കയറിപ്പോയി ഗൈസ്. ഒന്നും നോക്കിയില്ല, കയറിപ്പോയി. അവിടെ നോക്കുമ്പോൾ ആരും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അവർ ടീമേറ്റ്സ് നോക്കാവുന്ന മാതിരി തോന്നി. അതായത് നല്ല ഡാമേജ് ഒക്കെ ഇടുന്നുണ്ട്. ഓൻ നോക്കി അതേമാതിരി ബാക്കിലുള്ള ഒരുത്തൻ നോക്കി. അപ്പോൾ എനിമിനുണ്ട്. ഓനാണ് കുത്തി പിടിച്ചിട്ട് ഓനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മേൽക്കോപ്പി പിന്നെ ഓർത്തത് നമ്മൾ ടീമേറ്റ് ബാക്കിൽ നോക്കായി കിടക്കുന്നു. നേരെ അടിയിൽ പോയി കണ്ട് എന്താട്ടിയോ ഓനെ പൊക്കിയപ്പോൾ മറ്റോനെ അടിയിലേക്ക് ചാടാൻ നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അടിയിൽ എങ്ങനെ എനിമി ഉണ്ടാവും വിചാരിച്ചിട്ട് ഒരാൾക്ക് ഓനെ ഫിനിഷ് ആക്കി. എന്നിട്ട് അടി തപ്പുവാണ് എവിടെ. എന്നിട്ട് ഇങ്ങോട്ട് പോയപ്പോൾ മറ്റേ ടീമേറ്റ്സ് ഞാൻ പൊക്കിയ ഓന് മേലിൻ്റെ അടിയിട്ട് ചത്ത്. അപ്പം ചില മേലിട്ട് കയറി വരുമ്പോൾ ഒരു വോൾഫ്രൻ്റെ കേസൊക്കെ വരുന്നു. ഓനെ കുത്തി പിടിച്ചിട്ടൊക്കെ കൊല്ലാൻ പറ്റില്ല, കാരണം ഓനെ വാഗ് വെച്ചിട്ടാണ് കുത്തി പിടിച്ചത്. ഞാനിത് വെച്ചിട്ടു. എന്തായാലും ഓനക്ക് കില്ലിൻ്റെ ചാർജ് ചെയ്ത് കൊടുത്തില്ല, അതേമാതിരി സംഭവിച്ചു. കില്ലെടുത്തു. പിന്നെ ഇവൻ്റെ കളി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, വലുതായിട്ടും അറിയില്ല, കാരണം കസ്റ്റം പ്ലെയേഴ്സാണുള്ളത്. എന്തായാലും നമ്മളിങ്ങനെ നോക്കിക്കാണ്, കാരണം ഇൻസ്പെക്ട് ചെയ്യാതെ വേറെ ഒന്നും പറ്റൂല. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുന്നു. പിന്നെ ഇവൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്കൊണ്ട് മറ്റവൻ ചാടാൻ വേണ്ടി കാത്തിക്കാം. പക്ഷേ സോൺ ചതിച്ചു ഉണ്ട്. സോൺ തന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഓ നോക്കണം ഈ ഭാഗത്ത് സൈഡിൽ നിന്ന് ഇടത്തെ ഭാഗത്ത് തന്നെ അവിടുന്ന് ചാടുന്നതാണ്, പാലത്തിൻ്റെ അവിടുന്ന്. പക്ഷെ നടക്കണം സോൺ അപ്പുറത്തെ ഭാഗത്ത് പോകണ്ടായിരുന്നു. അപ്പം എന്തായാലും ഓൻ അങ്ങോട്ട് മണ്ടേണ്ടതാണ്. വണ്ടി അങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ എടുത്ത് ആ സ്റ്റെപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ മറ്റവൻ ചാടി വന്നു. ഓൻ വൂക്കോങ് ഇട്ടാണ് മുങ്ങാൻ നോക്കിയപ്പോൾ മറ്റേ ഓറിയോ വെച്ച് കണ്ടിട്ട് വയസ്സ്. എൻ്റെ ഇവൻ്റെ വൂക്കോങ്ങും പൊട്ടി ഓനെ അടിച്ചിട്ടും ചെയ്തു. അങ്ങനെ 2 റൗണ്ട് തോറ്റിട്ടുണ്ട് നമ്മൾ. ഇനി എങ്ങനെയെങ്കിലും 4 കളി പിടിച്ചണം കേസ്, അല്ലെങ്കിൽ 4-2 നിൽക്കാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത കളി കൂടി തോറ്റിട്ട് പിന്നെ 4 നിൽക്കാം, അല്ലെങ്കിൽ 2 തോറ്റാണ്ട് പൊട്ടാൻ എന്തും സംഭവിക്കും കേസ്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കളി ജയിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ MP5ൻ്റെ ഇത് അൺലോക്ക് ചെയ്ത്, അതായത് ആ തുറക്കാനുള്ള പൈസ ഉണ്ടായാലും ഞാൻ MP5 കൊടുത്ത് 3 ഉണ്ടാക്കി കൊടുത്തു കേസ്. ഓക്കെ, എന്നിട്ട് MP5 വെച്ചിട്ട് ഇനി MP5 കിട്ടിയാൽ എനിക്ക് പറയണ്ട കേസ്. എനിക്ക് MP5 ആയിട്ട് നല്ല കളിച്ചാറ്, കാരണം കുത്തിപ്പൊടിക്ക് പറ്റിയൊരു അടിപൊളി ഗണ്ണാണ് MP5. ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗണ്ണാണ്. MP5 കിട്ടിയാണ്ട് ഞാൻ അത് കൊടുത്താണ്ട് കയറി വരികയാണ്. എന്നിട്ട് എന്താട്ടി നമ്മളെ ഭാഗം ഈ ഭാഗമാണല്ലോ, ഇവിടെ കയറിയാണ്ട് നോക്കുമ്പോൾ ആരുമില്ല. അപ്പം ഞാൻ പുറത്തേക്ക് ചാടി കേസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കി ആ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിച്ചു. അതൊക്കെ കാട്ടിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ബാക്കിലുള്ള ടീമേറ്റ്സ് സോണിയ ക്യാരക്ടറിൻ്റെ പവർ ഓണായി. നോക്കായി. നോക്കായപ്പോൾ തന്നെ മനസ്സിലായ അവിടെ ഒരു എനിമി ഉണ്ടാവണമെന്ന്. ആ എനിമി എന്താണ് ഞാൻ ബാക്കിൽ നിന്ന് വരാൻ വേണ്ടി തച്ചുയൊക്കെ ഇട്ട് കയറി വന്നപ്പോൾ ഒരുത്തൻ. എന്നിട്ട് അവിടുന്ന് ചാടി വന്നപ്പോൾ അടുത്തൊരുത്തൻ. 2 കുത്തി പിടിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുത്തി പിടിച്ചിട്ടാണ്ട് 2 ഫിനിഷ് ആക്കി. അപ്പോൾ 2 കില്ലായി. അപ്പോൾ ഇതിന് വേറെ ഏതോ ഒരുത്തനും കൂടി കൊന്നിട്ടുണ്ടായിരുന്നു. മറ്റോനാവണം. എന്തായാലും ഇനി വെറും ഒരാളുള്ളൂ. ഓനും കൂടി അടിച്ചിട്ട് നമുക്ക് 2 സ്കോറിലേക്ക് ആശ്വാസം സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിക്കുകയാണ്.
മറ്റവനെ കാണാം. മറ്റവനെ കണ്ട് 12ൻ്റെ ഒരു 3-4 അടി കുടുങ്ങി. അല്ല വലുതായിട്ട് കുടുങ്ങിയില്ല. അപ്പോഴത്തേന് ഇന്നവൻ അടിച്ചിട്ട് എനിക്കൊണ്ട് തനക്ക് കുടുങ്ങിയതാണ്. അല്ലാതെ ഇത്ര പെട്ടെന്ന് ചാവില്ലല്ലോ. എന്തായാലും ഞാൻ നോക്കി കിടക്കുമ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ഓൻ അടിച്ചിട്ട് കളി വിക്ടറി അടിപ്പിച്ചിട്ട് പൂയല്ല വിക്ടറി അടിച്ചിട്ടായിരുന്നു. അതിനിപ്പോൾ സ്കോർ 1-2 പിന്നെ അടുത്ത കളിയാണ്. ഞാനൊന്നും എടുത്തില്ല, അങ്ങനെ എടുത്തില്ല. അതായത് ഗ്ലൂവാളും പിന്നെ നമ്മളെ മറ്റേതുണ്ടല്ലോ ഗ്ലൂവാള് റിപ്പർലിറ്റ് അങ്ങനത്തെ സാധനമൊക്കെ എടുത്തിട്ടുള്ളൂ, മഷ്റൂം അതൊക്കെ. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതേ ഒറ്റ മറ്റേ ഹീൽ സ്നൈപ്പർ അവിടെ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതെടുത്താണ്ട് വെറുതെ ഇങ്ങനെ വെടിച്ച് കളിച്ചു. പിന്നെ ഓർത്തത് നല്ല യൂസാണ് സാധനമാണ്, വെറുതെ കളയണ്ട വെച്ച് നോക്കുമ്പോൾ ടീംമേറ്റ്സ് ഉണ്ട് ആര്യവയർ അങ്ങനത്തെ ഒരു പേരെ കണ്ടായിരുന്നു. ഓന് നല്ല ഡാമേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനെ ഹീൽ സ്നൈപ്പർ വെച്ചാണ്ട് ഇതെന്താട്ടി ഈലയിപ്പിച്ചു ഓല് കയറി പോകണവും കണ്ടു. അതിലൊരുത്തൻ നല്ല ഡാമേജ് അതിന് ബാക്കിൽ നിന്ന് ഒരുത്തൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കൂടെ നോക്കിയപ്പോൾ തന്നെ ആ ജനൽ കൂടെ കയറിയിരുന്നു. അപ്പോൾ തന്നെ ഓനെ ഞാൻ കുത്തി പിടിച്ചിട്ട് മറ്റവൻ നോക്കായി. മറ്റവനെ പൊക്കി അങ്ങനെ പൊക്കിയപ്പോൾ അങ്ങോട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹീൽ സ്നൈപ്പർ വെച്ചാണ്ട് ഓനെ എൻ്റെ ഫുൾ ലൈഫാക്കി കൊടുത്താണ്ട് ഞാൻ അവിടുന്ന് മറ്റേ സൈഡിലാണ് എനിമീസും ടീമേഴ്സും ഉള്ളതെന്ന് മനസ്സിലായപ്പോൾ ആ ഭാഗത്തേക്ക് വണ്ടി. അപ്പോൾ ഉണ്ട് 2 വെടിൻ്റെ ചിഹ്നം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരും കാണാനില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലാവും വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി നോക്കി. അപ്പോൾ ഇവിടെ ഇല്ല. എന്തായാലും ഞാൻ ഇതിൽ കൂടെ ചാടാൻ വിചാരിച്ചു ഇവിടെ നോക്കിയപ്പോൾ കുത്തി പിടിച്ച് ഇടാൻ നോക്കി, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഓനെ ഈ കൂടെ ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഓനെ വൈത്തരെ തന്നെ പാഞ്ഞ് പിടിച്ചു വിചാരിച്ചിട്ട് തെച്ച് വെച്ച് വണ്ടി വേഗം റഷ് ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെ ആളില്ലായിരുന്നു. പിന്നെ കണ്ടത് ഇവിടെ ആള് ഡെഡ് ബോഡിയായി. അത് ടീമേഴ്സാരും അടിച്ചിട്ടാണ്. പിന്നെ ബാക്ക് നല്ല ഡാമേജ് ഇട്ടപ്പോൾ നോക്കിയപ്പോൾ അതേ എടുത്ത് ഓൻ നോക്കായിക്കണം. പക്ഷെ ഓനെ നോക്കായി ഓനെ ഫിനിഷ് ആക്കിയാണ്ട് എന്താട്ട് ഓനെ പൊക്കി. അത് കില്ലിങ്ങല്ല മറ്റോ നോക്കാക്കി. പക്ഷെ ഓനെ നോക്ക് ഫിനിഷ് ആക്കി കൊടുത്തു. എന്നിട്ട് ഓനെ ഇതാക്കിയാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ടീമേഴ്സിനെ വീണ്ടും ഇങ്ങനെ ഡാമേജ് കിട്ടണം നോക്കാവണം കണ്ടു. അതായത് ഇവിടെ ഇങ്ങനെ കാട്ടി സൈഡിൽ. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ അതേ വൃത്തി. അപ്പോൾ മനസ്സിലായ ഓനാണുള്ളത്. അപ്പോൾ നമ്മളെ ടീമേഴ്സ് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓനെ അടിച്ചിടും, പക്ഷെ അടിച്ചിട്ടില്ല. ഞാൻ തട്ടി അവിടെ ഗ്ലൂ ആയിട്ടാണ് റഷ് ചെയ്ത് പോയി എൽപി വെച്ച് കുത്തി പിടിച്ചിട്ട് അങ്ങനെ ഓനെ ഫിനിഷാക്കി. 2 റൗണ്ട് നമ്മൾ കളി കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുന്നതിൻ്റെ വലുതായിട്ട് പോയില്ല. പിന്നെ അടുത്ത് മിനി പീക്കിലുണ്ടോ ഇപ്പം പീക്കിലല്ലല്ലോ ഇപ്പോൾ കളി വരല്ലേ. അപ്പം മിനി പീക്കിലാണല്ലോ അങ്ങനെ വന്നത്. മിനി പീക്കിലാണ് ഇപ്പോൾ കളി വന്നത്. അപ്പോൾ എനിക്കൊണ്ട് ഈ സീസണിൽ അല്ലെങ്കിൽ 7th ആനിവേഴ്സറിൻ്റെ ഇവൻ്റ് ചെയ്യണ വരെ മിനി പീക്കിൻ്റെ കാര്യമുണ്ട്. പീക്ക് ഉണ്ടാവില്ല. ഇവിടെ കുറേ ഗൺസ് വാങ്ങാണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഗണ്ണൊന്നും വാങ്ങിയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ദൈവത്തിനെ കണ്ടു. ഓനങ്ങനെ സ്കോപ്പ് ചെയ്തൊക്കെയായിരുന്നു. പെട്ടെന്ന് വന്നപ്പോൾ അങ്ങനെ വെടിയൊക്കെ കണ്ടു. കുടുങ്ങിയില്ല, പക്ഷെ എന്നാലും ഒരു സേഫ്റ്റി കാർഡ് ഗ്ലൂ ആയിട്ട് ഞാൻ അവിടുന്ന് വന്നു. അവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നത്. നോക്കുമ്പോൾ അവിടെ 3 ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അടിച്ചിട്ടപ്പോൾ ഒരുത്തനെ കുടുങ്ങി, ഒരുത്തൻ കത്തി. എന്നിട്ട് നമ്മൾ മറ്റേ ഷൂ ഉണ്ടല്ലോ, ആ ഷൂവിൻ്റെ പവർ വെച്ചാൽ ആണ് ഇപ്പോൾ നമ്മൾ വെച്ചാൽ അല്ല പെപ്സി വെച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുത്തൻ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. 2 നോക്കാക്കി ഫിനിഷാക്കിയാണ് ഇങ്ങോട്ട് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ടീമേഴ്സ് നോക്കിയാൽ ജീവിച്ചിട്ട് പൊക്കുണ്ടായിരുന്നു. ഇവൻ വെക്ടർ വെച്ച് കുത്തി പിടിച്ചു. ഞാൻ കയറി ഒന്ന് MP വെച്ച് കുത്തി പിടിച്ചു. ഓനാണ് അടിച്ചിട്ട് അങ്ങനെ 3 കില്ല് കൊടുത്ത് നമ്മൾ 3-2 നമ്മൾ ലീഡ് എടുത്തില്ലേ. എത്ര നേരം നമ്മൾ 2-2 അതിന് മുമ്പ് 1-2 തോറ്റൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ കംബാക്ക് വരും. ഈ കളി ജയിക്കുകയാണെങ്കിൽ 4-2 ഒരു കംബാക്കാണ്. വലിയ കംബാക്ക് അല്ലെങ്കിലും ചെറിയ കംബാക്കായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അങ്ങനെ വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇനിക്ക് കളി ജയിക്കാൻ കൊടുക്കരുത്. ഈ കളി എന്തായാലും ജയിച്ച് പോയി അടിക്കണം എന്നാണ് ആഗ്രഹം. കാരണം എന്നാലും നമുക്ക് കംബാക്ക് പോകാതൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ കംബാക്ക് പോകും കേസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പെട്ടിക്കോളം പോകാൻ വേണ്ടി കാത്തുക്കുകയാണ്. ഇത് പോകണില്ല. ഭ്രാന്ത് പോയപ്പോൾ തന്നെ ഞാൻ MP വെച്ചാണ് മണ്ടുണ്ട്. മറ്റേ മണ്ടുമ്പോൾ തെച്ചുക വെറുതെ യൂസ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം ആ ഷൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുത്തെ എനിമീനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സൈഡിൽ കൂടെ വരുന്ന ഞാൻ കണ്ടത്. അവിടെ ഞാൻ ഗ്ലൂ ആയിട്ടാണ് കവർ എടുക്കുന്നത്. കാരണം ഞാൻ അതിൽ കൂടെ അടിച്ചാണ് ചാവേണ്ട വിചാരിച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് അവൻ ആ ഫ്രീസറിൽ ഞാൻ അവിടേക്ക് ബോംബർ എടുത്ത്. ഓക്കെ, ബോംബറിനപ്പോൾ ഓറിയാനിട്ട് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. ഓക്കെ, എന്നിട്ട് അവിടെ പോലും തല്ലുണ്ടാക്കുമ്പോൾ ഇവനും കയറി. അപ്പോൾ ഇവൻ കയറുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാനും ബാക്കിൽ കയറി. ഓക്കെ, അപ്പോൾ തന്നെ ഒരു ടീമേഴ്സ് നോക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ പവർ യൂസ് ചെയ്ത് അങ്ങോട്ട് ചാടാൻ നോക്കി, പക്ഷെ നടന്നില്ല. എന്തായാലും ഇതിമ്പോൾ കയറിയാണ് ഇങ്ങോട്ട് അതേ എടുത്തത്. ഓനെ കുത്തിപ്പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുത്തിപ്പിടിച്ചിട്ട് നോക്കിടാൻ പറ്റിയില്ല, ഫിനിഷാക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിൽ ഒരു ടീമേഴ്സ് ഡാമേജ് എടുക്കാൻ നോക്കുമ്പോൾ വരുത്താൻ. അപ്പോൾ ഞാൻ മറ്റേ ഷൂ യൂസ് ചെയ്താണ് ആ സ്റ്റെപ്പുമായി ചാടി ഓനെ കുത്തിപ്പിടിച്ചിട്ടു. എന്നിട്ട് 2 ഫിനിഷാക്കി നോക്കുമ്പോൾ അതേ വരുത്തൻ. ഓൻ എത്ര അടിച്ചാൽ നോക്കിയിട്ട് ചാവും. അവസാനം ഞാൻ ചത്തിയില്ല, നോക്കായപ്പോൾ നമ്മുടെ ടീമേഴ്സ്
ഓനെ കൊന്നാണ്ട് കളി ഇപ്പോൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ